ബന്ധപ്പെടുമ്പോൾ എങ്ങനെ പോലും ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ, ഒരു മണിക്കൂറെങ്കിലും സമയം എടുക്കും. ആം ഐ കറക്റ്റ്? ചില ലേഡീസ് 100 ദിർഹംസിനും 200 ദിർഹംസിനും ചില കസ്റ്റമേഴ്സിന് ഓഫർ കൊടുക്കും. 1.5 മണിക്കൂറത്തേക്ക് 200 ദിർഹംസ്, അല്ലെങ്കിൽ 2 മണിക്കൂറത്തേക്ക് 200 ദിർഹംസ്. വിവിയേട്ട ബാക്കി പറയണം. വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്യ്, ഞാൻ പറഞ്ഞു തരും. നീ ഇങ്ങനെ വിഷമിക്കല്ലേ? ചൂടായി. മൂട് വന്നെങ്കിൽ വാതിൻ്റെ ഇടയിൽ കൊണ്ട് വയ്ക്കി. മൂട് വന്നെങ്കിൽ നേപ്പാളി എവിടാ? നേപ്പാളി മൂട് ആക്കു ബിജി പറ. എന്നിട്ട് അല്ലെ ഇക്ക സത്യം പറയണം, ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? വിവേകാ, ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ ശരിയാണോ നിങ്ങൾ പറയണം കേട്ടോ. റൈസിക്ക കേട്ടോ, ഇവിടെ മറ്റേടത്ത വർത്താനം പറഞ്ഞ ആണുങ്ങളോടും. ചില ലേഡീസുകൾ ഈ സ്പായിലെ പെണ്ണുങ്ങളൊക്കെ ഓഫർ കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? 1.5 മണിക്കൂറത്തേക്ക് 200 ദിർഹംസ് അല്ലെങ്കിൽ 250 ദിർഹംസ് ആയിരിക്കും. ഞാനൊക്കെ 1 മണിക്കൂറിന് ടൈം പറയും, ഞാൻ 10 മിനിറ്റ് കൊണ്ട് കലാശ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു പെണ്ണായിക്കോട്ടെ, ഒരു പ്രൈവറ്റ് ലേഡി ആയിക്കോട്ടെ, സ്പാ ലേഡി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ കിടന്നവളായിക്കോട്ടെ, ഭർത്താവിൻ്റെ കൂടെ കിടന്നവളായിക്കോട്ടെ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കിടന്നവളായിക്കോട്ടെ, ആരായാലും അവർക്ക് എങ്ങനെ പോലും ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1.5 മണിക്കൂറെങ്കിലും എന്തായാലും ടൈമിങ് വേണം. ഇവിടെ ഞാൻ പോയി വന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ചിലവരിങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കവച്ച് വെച്ച് കൊടുക്കും. ആ ചേട്ടാ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അവർക്കൊക്കെയാണ് അരമണിക്കൂറും 1.5 മണിക്കൂറും അവരൊക്കെ എൻജോയ്മെന്റ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. ഓക്കെ, അവരൊക്കെ ഓഫറിന് 200 ദിർഹംസിനൊക്കെ 1.5 മണിക്കൂർ 2 മണിക്കൂറും കൊടുക്കും. എൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് കാശുണ്ട്, ഞാൻ 10-20 മിനിറ്റ് കൊണ്ട് കഴിക്കും. അത് വേറെ കാര്യം, എനിക്കിഷ്ടമല്ല. വിജി എങ്ങനെ കിടക്കാറ്? ഞാൻ കമഴം നിന്നാ കിടക്കണം. പോയടക്കണം. നിന്നെ കണ്ടാൽ ആർക്കാ എനിക്കുന്ന? അയ്യോ, എന്നെ കണ്ട എഴുന്നേക്കുന്ന ആൾക്കാരുണ്ടടാ. അയ്യോ, എന്നെ കണ്ടാ മതി കുട്ടൻ എഴുന്നേക്കും. ഓക്കെ, ഞാൻ നിന്നെ എഴുന്നേക്കൂലായിരിക്കും, നിനക്ക് വികാരം ഇല്ല ഞെട്ടാ. വികാരമുള്ളവരാണ് എന്നെ മോന്ത കണ്ടാ മതി. എൻ്റെ മോന്ത കണ്ടാ മതി മുത്ത, അപ്പയ്ക്ക് ചക്കര കുട്ടനായിട്ട് ഇങ്ങനെ എഴുന്നേക്കും. നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട്. നീ ഒരു മോതലാണ് മുത്തതിൻ്റെ അമ്മയാണ്. ബിജി നീ നല്ല ശരിയുമാ, നീ നല്ല തെറിയുമോന്നോ? എന്ത് മനസ്സിലായില്ല. ബിജി 2 മാസത്തിന് ശേഷം ഇന്നലെ കൈ പിടിച്ചു ഒരു കുപ്പി വെള്ളമുണ്ടെന്ന്. എന്തൊന്ന്? ബിജി 2 മാസത്തിന് ശേഷം ഇന്നലെ കൈ പിടിച്ചു ഒരു കുപ്പി വെള്ളമുണ്ടെന്ന്. ആണോ? നന്നായി. നിനക്ക് അത്രയ്ക്കും ഉണ്ടോ? ഞാൻ വരാം. കഥ കേട്ടാൽ ഇപ്പം മൊത്തം കിളി പോകും. അവസ്ഥ അങ്ങനെയാ. അതെന്താ ഇക്ക നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഇക്കയുടെ അപ്പൊ വൈഫിൻ്റെ അടുത്തൊന്നും ചെയ്തില്ല? അപ്പൊ ഇക്ക ഞാൻ പറഞ്ഞ കഥകളൊന്നും നാട്ടിൽ പോയിട്ട് ചെയ്തില്ലേ? പക്ഷെ പാവം ബിജി, നീ എനിക്കും ഇഷ്ടം. 331 333 പേരും സ്ട്രോങ് ആണ്. തരില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. പടം ഇറക്കാടുന്നു. നീ കയ്യിൽ നിറച്ച് പണമായിട്ട് വാ, നീ കാശായിട്ട് വാ, എന്നാൽ പിന്നെ നമുക്കൊരു കൈ നോക്കാം. പക്ഷെ സാധനം നിൽക്കണം, ഷുഗറൊന്നും വരാൻ പാടില്ല. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എങ്കിലേ കാര്യമുള്ളൂ. പൊന്താത്ത അണ്ടി പിടിച്ചോണ്ട് എൻ്റെ അടുത്ത് വരണ്ട. ഓക്കെ, എത്രയാണ്? ഗിന്നസ് വെടി നിന്റെ തള്ള. വലുത് വരുമോ ചെറുത് വരിക? ചെറുത് മതി, ചെറുതാ ഇഷ്ടം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്ക് സ്മോളാണ് ഇഷ്ടം. ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവിടെ ഉണ്ടായിരുന്ന അഷ്റഫ്ക്ക ത്രിബിൾ സ്ട്രോങ് ആയി. എനിക്ക് ചെറുത് മതി, വലുതിനോട് താല്പര്യമില്ല. ബിജി ആഫ്രിക്കൻ വന്നിട്ടുണ്ടോ? ഇന്നലെ വന്നു ആഫ്രിക്കൻ. കുഴപ്പമില്ലായിരുന്നു, കുറെ നേരം പിടിച്ച് കൈകൊണ്ട് കുറെ നേരം പിടിച്ചു. കുഴപ്പമില്ല. എൻ്റെ ചെറുതാണ്. ആണോ? ഒട്ടും വരണ്ട. ബാക്കിലാക്കണ്ടി ഉണക്കിഷ്ടമാ? ഇല്ല. പാകിസ്ഥാൻ വന്നീനോ? ബിജി ഒരു പെണ്ണിനെ തൃപ്തിയാക്കാൻ എത്ര മിനിറ്റ് വേണം? അത് 2 മണിക്കൂറെങ്കിലും വേണം. ഒരു പെണ്ണിനെ തൃപ്തിയാവണമെങ്കിൽ ഒരു ഏകദേശം അത് ഓരോരുത്തരുടെ കഴിവുപോലെ ഇരിക്കും ചേട്ടാ. എന്നെ അന്യതിട്ട് ആരും തൃപ്തിപ്പെടുത്തി തന്നിട്ടില്ല. എന്ത് ചെയ്യാനേട്ടാ, ഭയങ്കര ടൈമിങ്ങാ.
വത്സൻ അടിക്കണം. നിന്റെ പെങ്ങളെയല്ലേ, പോയിക്കോ, ചെന്ന് ചെയ്ത് കൊടുക്ക്. ഓക്കെ, ഞാൻ തരാം. വേണ്ട. താഴെ ഒന്ന് പോടോ. തോന്നിയ ദിവസം വർത്തനാണോ പറയാൻ പാടില്ല. ഓക്കെ, മാന്യമായിട്ട് സംസാരിക്കടാ. ഞാൻ നല്ല ക്ഷമിക്കും. ഓവറായി എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, മാന്യമായിട്ട് സംസാരിക്കും. ഞാനിവിടെ പലതും പറയും. ഇവിടെ ഞാൻ പറയണ കേട്ടിട്ട് ഓരോന്നും കോണത്തിൽ വർത്തനം കൊണ്ട് വരല്ലേ. എനിക്കതൊന്നും ഇഷ്ടമല്ല എപ്പോഴും ഇങ്ങനെ പറയണം. പെണ്ണുങ്ങൾക്ക് വെള്ളം വരുമോ ബിജി? ഇല്ല, ചായ പുറത്തേക്ക് വരും. ബിജി 2 മണിക്കൂർ വേണം. നീ ആദ്യം പറഞ്ഞു. നീ എൻ്റെ അമ്മയ്ക്ക് ആദ്യം പറഞ്ഞു. ബിജി ജോക്സ്. എനിക്കും ബിജി വെള്ളം വേണം. ബിജി കുട്ടിയെ പാത്തുസേ. ഇത് ഈ ലൈവ് ഇട്ട അപ്പ സെക്സ് ആണല്ലോ മുത്തപ്പ. 2-3 വാക്കൊന്നും സംസാരിക്കാൻ വേണ്ടി വന്നു. ഇവന്മാര് ഫുള്ള് എഴുതി വിടുന്നത് ഫുള്ള് സെക്സാ. റെക്കോർഡ് വേണം. റെക്കോർഡ് ഉണ്ടെങ്കിൽ കുരിഞ്ഞിരുന്ന് കേട്ടോ. മാന്യമായി സംസാരിക്കുക എല്ലാവരും. തെറിക്ക് ഉത്തരം മുറി 10 അല്ലേ ബിജി? എടാ, ഒരു ദിവസം പോലും നല്ല രീതിയിൽ ലൈവ് ഇരിക്കാന്ന് വെച്ചാൽ ഇവന്മാരൊക്കെ എവിടെന്നോ ഇടാൻ വേണ്ടി വരും എൻ്റെ ലൈവിൽ. ബിജി കളിച്ച വലിയ ഏത് കൺട്രിയാണോ? ആഫ്രിക്കൻ. ആഫ്രിക്കൻ. 2 മണിക്കൂർ പണിയുമെങ്കിൽ ബിജിക്ക് എത്ര ദിവസം തരേണ്ടി വരും? നിന്റെ കുടുംബം വെക്കും. കൈവാളം. ലുക്ക് ലൈക്ക് വനിത. ബിജി എന്തൂട്ടാ കുറിച്ചി വലുത്? എന്ത്? അയ്യോ അയ്യ. വിവിട്ട് ഡ്രസ്സ് ഇടാത്ത നിക്ക് ബിജിയെ. എന്നാ ഇങ്ങോട്ട് പോവാ, ഞാൻ ഡ്രസ്സ് ഇടാൻ നിന്നേരാം. ബിജി നീഗ്രോ കളിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാ ആൾക്കാരെയും കളിച്ചിട്ടുണ്ട്. അടിപൊളി ആഫ്രിക്കൻ. യെസ്, എനിക്കും തോന്നി. വനിതാ കൃഷ്ണകുമാരി പോലെ ഉണ്ട് സിനിമാ നടി. അത് എന്നോട് എല്ലാവരും പറഞ്ഞു. തമിഴ്നടി മറ്റേ ഇവളല്ലേ, എന്തെന്നാ സരിത നായർ, എന്തെന്ന് അങ്ങനെ ഏതൊരു നായരെ, രശ്മി നായരല്ലല്ലോ, വനിത വിജയകുമാരിയോ? അപ്പോൾ എല്ലാവരും മലയാളമായിരിക്കും. ആഫ്രിക്കൻ ഇന്ന് പോയി. വനിത വിജയകുമാർ അവരെ പോലെ ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇഷ്ടപ്പെടാൻ കാരണം അവർ പതുക്കെ ഉരച്ചു കയറ്റും. പിന്നെ ഉരയ്ക്കുമ്പോൾ ഭയങ്കര സുഖമല്ലേ. പിന്നെ അവരിങ്ങനെ ബാക്കി കൂടെ കെട്ടിപ്പിടിക്കും. പിന്നെ അവർ കഴുത്തേൽ ഉമ്മ തരും, ആഫ്രിക്കക്കാരെയും. പിന്നെ അവർ പതുക്കെ ഉരച്ച് പിന്നെ ഉരച്ച് പതുക്കെ കുരിച്ച് നിർത്തിയിട്ട് കുണ്ടുമേന്ന് ഇങ്ങനെ പുള്ളിലോട്ട് കയറ്റും. ഉരച്ചൊരച്ചു കയറുമ്പോൾ നല്ല സുഖമാണ്. അതുകൊണ്ടാണ് എനിക്കിഷ്ടം. മതിയാ. നീ ബിജിയെ പോലെ തന്നെയുണ്ട്. നീഗ്ര കളിച്ചാൽ ഗർഭപാത്രം ഇടിയും ബിജി. ആര് പറഞ്ഞു? നമ്മൾ തലയണ വെക്കരുത്. DRK, നമ്മൾ തലയണ വെക്കുമ്പോഴാണ്. നമ്മൾ വലിയ സാധനം ഉള്ളവരുടെ ഒരിക്കലും നമ്മൾ തലയണ വെക്കരുത്. തലയണ വെച്ച് ചെയ്ത ഗർഭപാത്രം പൊളിഞ്ഞു പോകും. കുണ്ടിയിലടിക്കുവോ അവർ? ഞാൻ കുണ്ടി കൊടുക്കാറില്ല. ഫ്രണ്ട് വിശാലമായപ്പോൾ ഉള്ളപ്പോൾ എന്തിനാടാ ബാക്ക്? അവരുടെ അമ്മയാണ് ആര്യൻ സിനിമയിലെ ചേച്ചി. വേദനിക്കില്ലേ? ബാക്ക് അടിച്ചാൽ ബിജി ഇഷ്ടമാ?